അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ബലാഗയുടെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. അപ്പോൾ നമ്മൾ ഇൻഷാ ത്വലബിയിലെ ഓരോ ഇനങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അംറ് എന്ന ഇൻഷാ ത്വലബിയിലെ ഒരു ഇനത്തിനെ കുറിച്ച് ചർച്ച ചെയ്തു. അപ്പോൾ അംറിൻ്റെ യഥാർത്ഥ അംറ് എന്നാൽ എന്ത് എന്നും പിന്നെ അത് എങ്ങനെയാണ് ചില സന്ദർഭത്തിനനുസരിച്ച് ആ അംറിൻ്റെ മാന എന്താണ് എന്ന് നമ്മൾ നോക്കി. അതേപോലെ ഇനി നമുക്ക് നോക്കാനുള്ളത് നഹിയാണ്. അപ്പോൾ ഇതിലും ആദ്യം നഹി എന്നാൽ എന്ത്, അപ്പം അതിൻ്റെ സീഗകൾ എന്തൊക്കെയാണ്, അപ്പോൾ അതിൻ്റെ യഥാർത്ഥ നഹീൻ്റെ ഉപയോഗം എന്താണ്, പിന്നെ സാന്ദർഭികമായി നഹി എന്തൊക്കെ അർത്ഥത്തിനൊക്കെ വരും എന്നുള്ളതാണ് ഇതിലും ചർച്ച ചെയ്യുക. അപ്പോൾ എല്ലാവരും ആദ്യം അത് ശ്രദ്ധിക്കുക, ഉദാഹരണങ്ങളും ഒക്കെ ശ്രദ്ധിക്കുക. അൻ നഹിയു അൽ അംസിലത്തു ഖാല തആല ഫിൻ നഹി അൻ അഖ്ദി മാലിൽ യതീമി ബിഗൈരി ഹഖിൻ. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു അൻ ഫിൻ നഹി, ഒരു വിരോധനയാണ് പറയുന്നത്. എന്തിനെ കുറിച്ചിട്ട്? അൻ അഖ്ദി മാലിൽ യതീമി, ഒരു യതീമിൻ്റെ മുതലെടുക്കുന്നതിനെ സംബന്ധിച്ച് ബിഗൈരി ഹഖിൻ, ഒരു അവകാശവുമില്ലാതെ ഒരു അർഹതയുമില്ലാതെ യതീമിൻ്റെ മുതലെടുക്കുന്നതിനെ സംബന്ധിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു വിരോധിച്ചുകൊണ്ട് പറഞ്ഞു വലാ തഖറബൂ മാലൽ യതീമി ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ. വലാ തഖറബൂ, നിങ്ങൾ അടുക്കരുതേ, മാലൽ യതീമി, യതീമിൻ്റെ മുതലിലേക്ക്, ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ, ഇല്ലാ ബില്ലത്തി ഒരു നിലക്കല്ലാത്ത, ഹിയ അത് അഹ്സൻ ഏറ്റവും നല്ല നിലയാണ്. അതായത് കഴിവുള്ളവർ മുതൽ, അതായത് ഇത് ശരിക്കും അള്ളാഹു പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് ആരെടുത്താണെന്ന് വെച്ചാൽ യതീമിനുള്ള മുതലുകൾ നോക്കി നടത്തുന്നവരെ വലിയങ്ങളായ ആളുകളുണ്ട്, അവരെടുത്താണ്. അപ്പം നമുക്കറിയാം, ആ വലിയ ഈ യതീമിൻ്റെ മുതൽ നോക്കുന്ന കാരണം കൊണ്ട് അവനക്ക് വേറെ പ്രയാസങ്ങളൊന്നും അനുഭവിക്കാനില്ല, വേറെ മുതലും കാര്യങ്ങളുണ്ടെങ്കിൽ അവൻ ഈ യതീമിൻ്റെ മുതലിൽ നിന്നും ഒന്നും കൈപ്പറ്റരുത്, അവൻ്റെ മുതൽ ഉപയോഗിച്ച് ജീവിക്കണം. ഇനി അതേസമയം ഈ യതീമിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് കൊണ്ട്, അവൻ്റെ ഈ മുതലൊക്കെ പരിപാലിക്കുന്നത് കൊണ്ട് അവനക്ക് വേറെ ഒന്നിനും വകുപ്പില്ലെങ്കിൽ, വേറെ സമ്പത്തൊന്നും അവനക്ക് സമ്പാദ്യത്തിനൊന്നും പോകാൻ കഴിയുന്നില്ലെങ്കിൽ നല്ല മാന്യമായ നിലക്കുള്ള ഒരു വരുമാനം ഇതിൽ നിന്നും അവനക്ക് എടുക്കാം. ഇതാണ് ഇപ്പോൾ ഈ ഇസ്ലാമിൻ്റെ വിധി. അതിനെക്കുറിച്ചാണ് അള്ളാഹ് പറഞ്ഞത് വലാ തഖറബൂ മാലൽ യതീമി ഇല്ലാ ബില്ലത്തി അഹ്സൻ, ഏറ്റവും നല്ല രീതിയിലല്ലാതെ നിങ്ങൾ യതീമിങ്ങളെ മുതലിലേക്ക് നിങ്ങൾ കൈകാര്യത്തിന് അടുക്കരുത് എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞു. വിരോധനയാണ് വലാ തഖറബൂ, നിങ്ങൾ അടുത്തു പോകരുത്. വഖാല ഫി നഹ്യി അൻ ഖത്ഇൽ ഇൻസാനി റഹിമഹു, വേറൊരായത്തിൽ അല്ലാഹു തആല എന്തിനെ വിരോധിച്ചുകൊണ്ട് പറഞ്ഞു? ഖത്ഇൽ ഇൻസാൻ, ഒരു മനുഷ്യൻ മുറിച്ചു കളയലിനെ വിരോധിച്ചു. റഹിമഹു, തൻ്റെ കുടുംബബന്ധം മുറിച്ചു കളയലിനെ വിരോധിച്ചുകൊണ്ട് പറഞ്ഞു വലാ യഅ്തലി ഉലിൽ ഫദ്ലി മിൻകും വസ്സഅതി അൻ യുഅ്തു ഉലിൽ ഖുർബാ. ഇത് യഥാർത്ഥത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇഫ്കിൻ്റെ സന്ദർഭം നടന്നപ്പോൾ നിങ്ങൾക്കറിയാം അല്ലെ, സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെയും ചേർത്ത് വെച്ചുകൊണ്ട് ചില മുനാഫിഖീങ്ങൾ കെട്ടിപ്പടച്ച ഇഫ്ക്, അതിൽ ചില നിസ്വാർത്ഥനായ സ്വഹാബത്തും ഉൾപ്പെട്ടു പോയി സാഹചര്യം കൊണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒരാളായിരുന്നു മൂപ്പർക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെലവിനുള്ള സംഖ്യയും മറ്റും കൊടുത്തിരുന്നു തൻ്റെ മുതലിൽ നിന്നും. അപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടായപ്പോൾ മൂപ്പര് എന്ത് പറഞ്ഞു അറിയോ? ഞാൻ ഇനി മിസ്തഹ്, അയാളെ പേര് മിസ്തഹ് എന്നാ, ആ മിസ്തഹിന് ഇനി ഞാൻ എന്താവില്ല ചിലവ് കൊടുക്കൂല എന്ന് അദ്ദേഹം സത്യം ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അങ്ങനെ ചെയ്യരുത് നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ അല്ലാഹ് പറയാണ് വലാ യഅ്തലി ഉലിൽ ഫദ്ലി മിൻകും, നിങ്ങളിൽ ഫദ്ലുള്ളവർ, സമ്പത്തുള്ളവർ, വസ്സഅത്തി വിശാലതയുള്ളവർ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി കുറച്ച് മെച്ചമുള്ള ആളുകൾ, ഉലിൽ ഫദ്ലി ഫദ്ലുടേവർ, മിൻകും നിങ്ങളിൽ നിന്നും, വസ്സഅത്തി വിശാലതയുടേവർ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ അഭിവൃദ്ധിയുള്ള ആളുകൾ, അവർ സത്യം ചെയ്യരുത്. വിരോധനയാണ്. അയ്യുത്തു, എന്ത് നൽകുകയില്ല എന്ന്, അല്ലായുത്തു എന്നാണ്. അയ്യുത്തു, അവർ നൽകുകയില്ല, ഉലിൽ ഖുർബ, അടുത്ത കുടുംബക്കാർ, മൂപ്പർ കുടുംബക്കാരായിരുന്നു, അപ്പോൾ അടുത്ത കുടുംബക്കാർക്ക് ഒന്നും നൽകുകയില്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്, സത്യം ചെയ്യരുത് എന്ന് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹ് പറയാണ്. ഖാല, മറ്റൊരായത്തിൽ അല്ലാഹ് പറഞ്ഞു ഫി നഹ്യി അൻ ഇത്തിഖാദി ബിതാനത്തി സൂ, മോശമായ കൂട്ടുകാരെ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച്. നമ്മളുടെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. തെമ്മാടികളായ തെറ്റ് ചെയ്യുന്ന കൂട്ടുകാരെ തിരഞ്ഞെടുക്കരുത്. അങ്ങനെ മോശം കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് വിരോധിച്ചുകൊണ്ട് അല്ലാഹ് പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ ബിതാനതൻ മിൻ ദൂനികും വലാ ലാ യഅലൂനകും ഖബാല. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ,
അല്ലയോ സത്യവിശ്വാസികളെ, ലാ തത്തഖിദൂ നിങ്ങൾ ആക്കരുത് ബിത്വാനത്തൻ കൂട്ടുകാരന്മാരെ മിൻ ദൂനിക്കും നിങ്ങളല്ലാത്ത ആളുകളെ നിങ്ങൾ കൂട്ടുകാരാക്കരുത്. വലാ യഅ്ലൂനക്കും ഹബാല ഏതവസ്ഥയില്ല യഅ്ലൂനക്കും അവരൊരിക്കലും കുറവ് വരുത്തൂല, ഹബാല നിങ്ങൾക്ക് മോശം വരുത്തുന്ന വിഷയത്തിൽ അവർ ഒരിക്കലും കുറവ് വരുത്തൂല. അങ്ങനത്തെ ആളുകൾ, അതാണ് നിങ്ങളല്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞത്. അങ്ങനത്തെ ആളുകളെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് വരുന്നതിന് നോക്ക് കുഴപ്പമുണ്ടാവില്ല. അങ്ങനത്തെ ആളുകളെയും നിങ്ങൾ എന്താക്കരുത്, കൂട്ടുകാരന്മാരാക്കി വെക്കരുത്. അപ്പോൾ ഇവിടെ കണ്ടില്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകളോട് കൽപ്പിക്കുകയാണ്, വിരോധിക്കുകയാണ്, ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള നഹി. ഇനി ശേഷമുള്ള ഉദാഹരണങ്ങൾ നെഹി തന്നെയാണ് ഉണ്ടാകുക. പക്ഷേ അതിലൊക്കെ നെഹി സാന്ദർഭികമായി ഇപ്പോൾ വേറെ പല മായനകൾക്കും വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ അംബർ പറഞ്ഞതുപോലെ വക്കാല മുസ്ലിം ബിൻ വലീദ് ഫിർ റഷീദി വക്കാല പറഞ്ഞു ആരെയും മുസ്ലിം ബിൻ വലീദ് എന്നാൾ ഒരു കവിയാണ്. ഫിർ റഷീദ് ഹാറൂൺ റഷീദ് എന്ന ഭരണാധികാരിയെ അടുത്ത് പറയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ പറയാണ്. ലാ യഅ്ദിമൻ കഹിമൽ ഇസ്ലാമി മിൻ മലിക്കിൻ അഖംത ഖുല്ലതഹു മിൻ ബഅദി തഅവീദി. ലാ യഅ്ദിമൻക താങ്കളെ ഇല്ലാതാക്കാതിരിക്കട്ടെ, ഹിമൽ ഇസ്ലാമിൻ്റെ സംരക്ഷണം താങ്കൾക്ക് ഇല്ലാതാക്കി പോകാതിരിക്കട്ടെ. മിൻ മലിക്കിൻ എന്തിനാൽ, രാജാധികാരത്തിനാൽ. അഖംത നിങ്ങളാണ് നിലനിർത്തിയത്, ഖുല്ലതഹു ആ ഇസ്ലാമിൻ്റെ ഉന്നതിയെ നിലനിർത്തിയത്, മിൻ ബഅദി തഅവീദി അത് വളഞ്ഞു പോയതിനു ശേഷം അതിനെ നേരെ നിർത്തിയത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ അത് ഇല്ലാതാക്കാതിരിക്കട്ടെ അല്ലേ. ഖാല അബു ത്വയ്യിബ് ഫി സൈഫുദ്ദൗലനെ കുറിച്ച് പറഞ്ഞപ്പോൾ അബു ത്വയ്യിബ് പാടി ഫലാ തുബ്ലിഗാഹു മാ അഖൂലു ഫഇന്നഹു ശുജാഉൻ മതാ യുദ്കർ ലഹു ത്വഉനു യസ്തഖി. ഫലാ തുബ്ലിഗ നിങ്ങൾ രണ്ടാളും എത്തിച്ചു കൊടുക്കരുതേ, മാ അഖൂലു ഞാൻ പറഞ്ഞ ഒന്ന്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന ഒരു കവി രണ്ടാളുണ്ടെന്ന് കൂടെ ഉണ്ടെന്ന് സങ്കല്പിക്കുന്നുണ്ടോ, അവരുടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നില്ലേ, അതിൽപ്പെട്ട കവിതയാണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളും എത്തിച്ചു കൊടുക്കരുതേ മാ അഖൂലു ഞാൻ പറഞ്ഞൊരു സംഗതി. ഫൈനോ നിശ്ചയം അദ്ദേഹം സൈഫുദ്ദൗല ശുജാഉൻ വല്ലാത്ത ധീരനാണ്. മത്താ യുദ്കറു ലഹു തഅനു അദ്ദേഹത്തിനടുത്ത് ആക്ഷേപം പറയപ്പെട്ടാൽ യസ്തഖി അയാൾ യുദ്ധത്തിലേക്ക് മറ്റും ആഗ്രഹം പ്രകടിപ്പിക്കും അല്ലേ. അങ്ങനെ എന്തെങ്കിലും കുറവുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ അദ്ദേഹം യുദ്ധത്തിലേക്ക് പൊട്ടിപ്പുറപ്പെടും. അതുകൊണ്ട് അദ്ദേഹത്തിന് പറയേണ്ടാന്ന്. ഖാല അബൂ നുവാസ് ഫി മദഹിൽ അമീനി ഒരു അമീൻ എന്ന ആളെ പുകഴ്ത്തിക്കൊണ്ട് അബൂ നുവാസ് പാടി യാനാ ഖുലാ തഅ്സമി ഔ തബ്ലഗി മലികാ തഖ്ബീലു റാഹതി വറുക്നി സിയാനി മത്താ തഹുത്തി ഇലൈഹി الرحل سالمة تستجمع الخلق في تمثال إنساني. യാനാഖു അല്ലയോ ഒട്ടകമേ, യാനാഖത്തു നൃത്തം, യാനാഖു അല്ലയോ ഒട്ടകമേ, ലാ തഅ്സമി നീ മടിയാണിക്കരുത്, ഔ തബ്ലുഗി മലിക്കൻ രാജാവിൻ്റെ അടുക്ക് എത്തുന്നത് വരെ എത്തലോട് കൂടെ അല്ലേ. അപ്പം നീ മടി കാണിച്ച് നിൽക്കേണ്ട, അദ്ദേഹത്തിൻ്റെ എത്തുന്നർത്ഥം. തഖ്ബീലു റാഹത്തിഹി അദ്ദേഹത്തിൻ്റെ കൈമുത്തലും വറുക്നി കഅബയുടെ റുക്നി മുത്തലും സിയാനി രണ്ടും സമമാണ്. മത്താ തഹുത്തി ഇലൈഹി ദിഹ്ല സാലിമത്തൻ മത്താ എപ്പോഴാണ് തഹുത്തി നീ നിൻ്റെ കാൽപാദങ്ങൾ വെക്കുന്നതിൽ അദ്ദേഹത്തിലേക്ക് അരിഹില ഈ യാത്രയെ സാലിമത്തൻ രക്ഷപ്പെട്ടതായ നിലയിൽ എത്തിക്കുന്നതെങ്കിൽ തസ്തജ്മിഇൽ ഖൽഖ തസ്തജ്മിഇ നീ ഒരുമിച്ച് കൂട്ടുമൽ അൽഖ സൃഷ്ടികളെ ഫി തിംസാലി ഇൻസാനിൻ ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ നിനക്ക് അവിടെ കുറേ ഒരു ഖൽക്കിനെ തന്നെ അവിടെ ഒരുമിച്ച് കൂട്ടിയതായിട്ട് കാണാം. ലാ തസ്അമി എന്നൊരു ഒട്ടകത്തിൻ്റെ പറയുന്നത് നീ മടി കാണിക്കരുത് എന്നല്ലേ. ഖാല അബുൽ അലാ എന്ന കവി പാടി വലാ തജ്ലിസ് ഇലാ അഹ്ലിദ് ദിനായ ഫഇന്നൽ ഖലായിക സുഫാഹി തുഅദി. വലാ തജ്ലിസ് നീ ഇരിക്കരുത് ഇലാ അഹ്ലിദ് ദിനായ നിന്യമായ ആളുകളുടെ അടുക്കലേക്ക്. വളരെ നിന്യതായുള്ള ആളുകളുണ്ടാവും, വളരെ ബാക്ക്വേർഡായ ആളുകൾ, അവരുടെ കൂട്ടത്തിലേക്ക് നീ ഇരിക്കരുത്. ഫഇന്ന ഖലായിക സുഫഹായി കാരണം ഈ സഫീഹന്മാർ പൊട്ടന്മാരായ ആളുകളുടെ സ്വഭാവങ്ങൾ തുഅദി അത് മറ്റുള്ളവരിലേക്കും എന്ത് ചെയ്യും കടക്കും. കാല അബുൽ അസ്വദ് ദുഅലി എന്ന് പറയുന്ന അദ്ദേഹം പാടി ലാ തൻഅൻ ഖുലുഖിൻ വതഅതി മിസ്ലഹു ആറുൻ അലൈക ഇദാ ഫഅൽത അദീമു.
ലാ തൻഹ നീ വിരോധിക്കരുത് അൻ ഖുൽഖിൻ ഒരു സ്വഭാവത്തെ തൊട്ട്. ഒരാളടുത്ത് നീ നിനക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ടാകരുത് കേട്ടോ, അങ്ങനത്തെ സ്വഭാവം ഉണ്ടാവരുത് എന്ന് നീ വിരോധിക്കണ്ട. വതഅതിയ മിസ്ലഹു ഏതോടുകൂടെ വതഅതിയ നീ കൊണ്ടുവരലോടുകൂടെ മിസ്ലഹു അതേ സ്വഭാവം, ആ സ്വഭാവം എൻ്റെ അടുത്തുണ്ട്. ഇപ്പം നീ ഒരാൾക്ക് പറയാണ് നീ വീട് വലിക്കരുത് അല്ലേ, ഇവനോ ദിവസഞ്ചാറ് പേക്കോ ഊതിത്തള്ളും. അങ്ങനെ നീ എന്ത് ചെയ്യണ്ട, നീ ഒരു സ്വഭാവം നീ ചെയ്യുക എന്നിട്ട് മറ്റൊരാൾ വിരോധിക്കുക, അങ്ങനെ നീ ഒരിക്കലും ചെയ്യരുത്. ആറുൻ അലൈക ഇദാ ഫഅൽത അദീമു ആറുൻ അലൈക അത് നിനക്കതൊരു ന്യൂനതയാണ്. ആർ എന്ന് പറഞ്ഞാൽ ന്യൂനത, അത് നിനക്ക് വല്ലാത്തൊരു മൈനസ് പോയിൻ്റാണ് എന്നർത്ഥം. ഇദാ ഫഅൽത നീ അങ്ങനെ ചെയ്താൽ അദീമു അത് വല്ലാത്തൊരു എന്താണ് മൈനസ്സാണ്. നീ ഒരു മോശം ചെയ്യുക എന്നിട്ട് അത് മറ്റുള്ളവരോട് വിരോധിക്കുക അല്ലേ, അതൊരിക്കലും ശരിയായ പണിയല്ല എന്നർത്ഥം. വിശുദ്ധമായ ഖുർആൻ അല്ലാഹ് പറഞ്ഞു അല്ലേ, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ എന്തിനു പറയുന്നു അല്ലേ എന്ന് ചോദിച്ചില്ലേ, അതേ ആശയം തന്നെ. وقال الآخر വേറൊരു കവി പാടി ലാ തഅറദന്ന ലിജഅഫറ മുതശബ്ബിഹൻ ബിന്നദാ യദൈഹി ഫലസ്ത മിൻ അൻദാദിഹി. ലാ തഅറദന്ന നിശ്ചയം നീ മത്സരിക്കണ്ട, ലിജഅഫറ ജഅഫറിനോട് മത്സരിക്കണ്ട, മുതശബ്ബിഹൻ നീ തന്നെ സാദൃശ്യവാനായ നിലയിൽ, ബിനദാ യദൈഹി അദ്ദേഹത്തിൻ്റെ കയ്യിൻ്റെ നനവിനോട് അല്ലേ, അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൻ്റെ നനവിനോട് നീ സാദൃശ്യമായതിനായ നിലയിൽ. അപ്പം നീ അത്രയേ ഉള്ളൂ, അദ്ദേഹത്തിന് കയ്യിലൊരു നനവ് ഉണ്ടെങ്കിൽ അപ്പം അദ്ദേഹം ഒരുപാട് ചെയ്യുന്ന ആളാണ്, അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയിട്ടാണ് നീ എന്നെ ജീവിക്കുന്നതല്ലേ, എന്നിട്ട് നീ എന്താ ചെയ്യണ്ട, ആ ജാഫർ എന്നവരോട് നീ മത്സരിക്കണ്ട. ഫലസ്തമിൻ അന്താദിഹി നീ അദ്ദേഹത്തിൻ്റെ തുല്യമല്ല, അദ്ദേഹത്തിന് തുല്യമായ ആളിൽപ്പെട്ട ആളല്ല നീ അദ്ദേഹത്തിന് മത്സരിക്കാൻ നിൽക്കണ്ട എന്നർത്ഥം. വേറൊരു ഉദാഹരണത്തിൽ ഒരാൾ പറയാണ് ലാ തംതസിൽ അംരി നീ എൻ്റെ കൽപ്പന അനുസരിക്കൂലേ, ലാ തംതസിൽ നീ അനുസരിക്കരുത് കേട്ടോ, അംരി എൻ്റെ കൽപ്പന എന്ന് പറയും. അത് ആരോട്, തഖൂലു ദാലിക ഇത് നീ പറയും ലിമൻ ഹുവ ദൂനക് നിന്നേക്കാൾ താഴെയുള്ള ഒരാളോട്, നിൻ്റെ മുമ്പിലില്ല താഴെയുള്ള ഒരാളോട് പറയും നീ എൻ്റെ കൽപ്പന അനുസരിക്കരുത് കേട്ടോ, അനുസരിക്കണ്ട എന്ന് പറയില്ല നമ്മൾ ദേഷ്യം പിടിച്ചിട്ടോ. അതേമാതിരി ഖാല അബുത്വയ്യിബ് യഹ്ജു കാഫുറ അബുത്വയ്യിബ് എന്ന കവി യഹ്ജു അദ്ദേഹം ആക്ഷേപിക്കുകയാണ് കാഫൂറിനെ. പണ്ട് കവികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്ത് ചെയ്യും, കവിതകൾ കൊണ്ട് പരസ്പരം ആക്ഷേപിച്ചുകൊണ്ട് ഹജ എന്നതിന് പറയല് ആക്ഷേപ കാവ്യം എന്നൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ആക്ഷേപിച്ച് പറയാണ് ലാ തശ്തരിൽ അബ്ദ ഇല്ലാ വൽ അസ്വാ മഅഹു ഇന്നൽ അബീദ ലഅജ്നാസും മനാകീദു. ലാ തശ്തരിൽ അബ്ദ നീ ഒരു അടിമയെ വാങ്ങരുതേ, ഇല്ലാ വൽ അസ്വാമഹു അടിമനെ വാങ്ങുമ്പോൾ അടിമൻ്റെ കൂടെ വടി ഉണ്ടായിട്ടല്ലാതെ. കാരണം ഈ കാഫർ എന്നുള്ള അടിമയുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആക്ഷേപിച്ച് പാടിയപ്പോൾ പറഞ്ഞു നീ ഒരു അടിമനെ വാങ്ങണ്ട, അടിമനെ വാങ്ങുകയാണെങ്കിൽ അവൻ്റെ കൂടെ ഒരു വടിയില്ലാതെ നീ വാങ്ങണ്ട. ഇന്നൽ അബീദല അജ്നാസുൻ കാരണം അടിമകൾ പല ജാതി ഉണ്ട്. ഇന്നൽ അബീദ നിശ്ചയം അടിമകൾ എന്ന് പറയുന്നതിൽ അജ്നാസുൻ അവർ പല ഇനമുണ്ട്, പല ജാതി അടിമകളുണ്ട്. മനാക്കീദു അവർ ഖൈർ കുറഞ്ഞ ആളുകളാണ്. അടിമ എന്ന് പറഞ്ഞാൽ അവർ നേരാക്കണമെങ്കിൽ അടിയെടുത്തിട്ടല്ല ശരിയാവില്ല എന്നർത്ഥം. അപ്പോൾ അവരൊരു മോശമാക്കിയിട്ടുള്ളൊരു പറച്ചിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉദാഹരണങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞു നമ്മൾ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ഈ അർത്ഥം വെച്ച് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ആദ്യം മുതൽ 4-ാമത്തെ ഉദാഹരണം മുതൽ ഈ ലാസ്റ്റ് വരെയുള്ള ഭാഗത്ത് എന്തല്ല യഥാർത്ഥത്തിലുള്ള നഹിയല്ല. അമ്പരം നമ്മൾ പറഞ്ഞു ഉന്നതനായ ഒരാൾ തൻ്റെ താഴെയുള്ള ദർജയിൽ തൻ്റെ താഴെയുള്ള ഒരാളോട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുക. നഹി കുറച്ച് മാറ്റുള്ളൂ. ഉന്നതനായ ഒരാൾ തൻ്റെ താഴെയുള്ള ഒരാളോട് ഒരു പ്രവൃത്തി ചെയ്യലും തൊട്ട് തടയുക. അതാണ് ഇപ്പം എന്ത് നഹിയാവും ഉണ്ടാകുക. അപ്പോൾ ആ ഒരു അർത്ഥം ആവില്ല 4-ാമത്തെ ഉദാഹരണം മുതൽ ഇങ്ങനെയുള്ളത്. കാരണം മൃഗത്തിനോടൊക്കെ എന്ത് പറയാനാ വിരോധിച്ചിട്ട് കാര്യമുണ്ടോ, കേൾക്കില്ലല്ലോ. അതുപോലെ തന്നെ ഇല്ലാത്ത 2 ആളുകളെത്താണ് പറയണത്. അപ്പോൾ അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും, അല്ലാത്തതും ഇൻഷാ അല്ലാഹ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും ആ ഉദാഹരണങ്ങൾ കൃത്യമായി കേട്ട് മനസ്സിലാക്കി പഠിക്കണം, അർത്ഥം വെച്ച് ക്ലിയറായി പഠിക്കുക, ഒരാളും അതിൽ കുറവ് വരുത്തരുത്. പിന്നെ തുടക്കത്തിൽ ഞാൻ തന്നിട്ടുള്ള വർക്കുകൾ, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ വർക്കുകൾ, ആ വർക്കുകളും കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് അറിയിക്കണം എന്ന് നിങ്ങളെ ഉണർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിന് എടുക്കാമെന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.